സിനിമയിൽ അവതരിപ്പിക്കുന്ന മാസ് കഥാപാത്രങ്ങളുടെ പ്രേതം ജീവിതത്തിലുടനീളം വിടാതെ പിന്തുടരുന്ന അവസ്ഥ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? മാസ് ഹീറോയിക് പരിവേഷം സ്വയം എടുത്തണിയുന്നതിനൊപ്പം സമൂഹം എന്നേ കുപ്പത്തൊട്ടിയിലെറിഞ്ഞ സോക്കോൾ സവർണ ബ്രാഹ്മണിക്കൽ ബോധത്തിന്റെ അപ്പോസ്തലനായി വിരാജിക്കുക കൂടി ചെയ്താലോ? അങ്ങനെ ഒരാൾ ഒരു ജനപ്രതിനിധിയോ സാമൂഹിക പ്രവർത്തകനോ കൂടിയായാൽ അതിന്റെ അപകടം പൂർണ്ണമായും അനുഭവിക്കേണ്ടി വരിക അയാൾ ഉൾപ്പെടുന്ന സമൂഹമാണ് എന്നതിലും തർക്കമില്ല. പൂരം മുതൽ സമരം വരെ എന്തിനുമേതിനും എന്റെ ബോഡി എന്റെ ഫുൾ ഫിഗർ എന്ന മട്ടിലുള്ള സുരേഷ് ഗോപിയുടെ ഇടപെടൽ സമൂഹത്തിനൊരു പരിധിവരെ തമാശയാണെങ്കിലും ആ പൊള്ളയായ വാഗ്ദാനങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ച് കാത്തിരിക്കുന്ന നിരാലംബരായ മനുഷ്യർ ഇപ്പോഴും ഇതിന്റെ മറ്റൊരു വശമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ആശമാരായിരുന്നു സുരേഷ് ഗോപിയുടെ ചൂണ്ടയിലെ ഇരയെങ്കിൽ ആവശ്യാനുസരണം എടുത്ത് കരക്കിടുന്ന മീനാകാൻ ഇനി ഞങ്ങളില്ലെന്ന് പറയുന്ന ആശമാർ വാഗ്ദാനങ്ങൾ മാത്രമായി ഇനി ഈ വഴിക്ക് കണ്ടുപോകരുതെന്ന സുരേഷ് ഗോപിക്ക് നേരെ വടിയെടുക്കുന്നു. ആശമാരുടെ വൈകിയുദിച്ച വിവേകത്തിന് പിന്നിൽ എന്താണ്? ആശാസമരത്തിൽ സുരേഷ് ഗോപിയുടെ പൊള്ളത്തരം വെളിവായോ?